നോമ്പുകാലം ആറാം ശനി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. തൈലാഭിഷേകം. മത്തായി 26:6 മാർക്കോസ് 14:3 ഈ തൈലാഭിഷേക ശുശ്രൂഷ നാം വായിക്കുന്നുണ്ട്. മറ്റ് രണ്ട് സുവിശേഷങ്ങളിലും തൈലാഭിഷേകം നടത്തുന്നത് യേശുവിന്റെ ശിരസിലാണെങ്കിൽ യോഹന്നാനിൽ അത് യേശുവിന്റെ പാദത്തിലാണ് നടത്തുന്നത്. ശിരസിൽ തൈലം പൂശുന്നത് സൗഹൃദത്തിന്റെയും ആതിഥ്യമര്യാദയുടെയും ഭാഗമായിരുന്നെങ്കിൽ പാദം കഴുകുന്നതും തലമുടി കൊണ്ട് തുടയ്ക്കുന്നതും ഒരാളോട് കാട്ടാവുന്ന ദൈവതുല്യമായ ഏറ്റവും വലിയ ആദരവിന്റെ ഭാഗമാണ്. 300 ധനാറ വില വരുന്ന നാർദിൻ സുഗന്ധ തൈലമായിരുന്നു അവൾ പൂശിയത്. ഒരു മനുഷ്യന്റെ ഒരു വർഷത്തെ കൂലിയേക്കാൾ കൂടുതലാണത്. ലാസറിന്റെ ഉയിർപ്പിന് ശേഷം ആ കുടുംബം നടത്തുന്ന ഒരു അത്താഴ വിരുന്നിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. അത് നടന്നത് പെസഹായ്ക്ക് 6 ദിവസം മുമ്പായിരുന്നു. ജെറുസലേം ദേവാലയത്തിൽ നിന്ന് 2-3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ആ വീട്ടിലാണ് ഓശാന മുതൽ പെസഹ ദിനം വരെ യേശു രാത്രികാലങ്ങളിൽ താമസിച്ചിരുന്നത് എന്ന് അനുമാനിക്കപ്പെടുന്നു. മറ്റു സുവിശേഷങ്ങളിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും കഴിഞ്ഞ ഉടനെ നടക്കുന്ന ഒരു സംഭവമായും യോഹന്നാന്റെ സുവിശേഷത്തിൽ ലാസറിനെ ഉയർപ്പിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണ് മറിയം ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. യേശുവിന്റെ അസാധാരണമായ ജെറുസലേം പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും ലാസറിന്റെ ഉയർപ്പിക്കലുമൊക്കെ യഹൂദരിൽ ഉണ്ടാക്കിയ അസ്വസ്ഥതയാണ് പെട്ടെന്നുള്ള അവന്റെ മരണത്തിന് കാരണമായ വിഷയങ്ങൾ. അതിനായിട്ടാണല്ലോ അവൻ ഇപ്പോൾ ജെറുസലേമിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ ശാബത്ത് ദിനത്തിൽ തിരക്കിനിടയിൽ തന്റെ മൃതശരീരം യഹൂദ പതിവിനനുസരിച്ച് പരിമള തൈലം പൂശുവാൻ സാധിക്കാതെ വരുമെന്ന കാര്യം മുൻകൂട്ടി അറിയുന്ന യേശു ഈ തൈലം പൂശൽ അതിന്റെ ഭാഗമായി കണ്ടാൽ മതിയെന്ന് യൂദാസ് അടക്കമുള്ള വിമർശകരോട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്റെ സംസ്കാരത്തിനു വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി പൂശുകയാണ് ചെയ്യുന്നത്. മറിയം ആഗ്രഹിച്ചതല്ലെങ്കിലും അവളുടെ ഈ പ്രവൃത്തി ബോധപൂർവകമല്ലാത്ത ഒരു പ്രവചന സംഭവമായി തീർന്നു.